ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇതെൻ്റെ ഒരു പഴയ വീഡിയോ ആണ്. കല്യാണം കഴിഞ്ഞ ആ സമയത്ത്, ഒത്തിരി പഴയതല്ല, ഒരു മാസം മുമ്പുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതാണ്. ഇതിപ്പം ഞങ്ങൾ പോകുന്നത് നാഗപ്പാറയിലേക്കാട്ടോ. നാഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്കിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഈ നാഗപ്പാറയൊക്കെ കയറുന്നത്. എന്നോട് ഒരു വനത്തിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. ഞാനുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പപ്പയുണ്ടായിരുന്നു, ജിൻസനുണ്ടായിരുന്നു. ജിൻസൻ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ അനിയനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവായിരുന്നു. ഞങ്ങൾ പോയത് ഒരു 4 മണി സമയം. പക്ഷേ ഇവിടെ ഒരു 6 മണി 5:30 ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി കൂടുതൽ അറിയുന്നത് കേട്ടോ. ഇതൊരു എന്താ പറയുന്നത്, ഒരു മല പോലാണ്. കുറച്ച് താഴേക്ക് കുറേ നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വലിയൊരു വനമാണ് കേട്ടോ. വനമാണ്. അപ്പോൾ നമുക്ക് ആ വനത്തിൽ കൂടെ നടക്കാൻ, ചെറിയ അരുവിയുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഇപ്പം കുട്ടനാട്ടിലൊക്കെ ഹൗസ് ബോട്ട് കയറാനും അങ്ങനെയൊക്കെ കാണാൻ വരുന്നത് പോലെ തന്നെ ഇവിടെ നാഗപ്പാറയിൽ ഈ വിദേശികളൊക്കെ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ തോടുകളുണ്ട്, പിന്നെ വലിയ പാറക്കെട്ടുകളുണ്ട്, പിന്നെ മരങ്ങളുണ്ട്, പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. തേക്ക്, പിന്നെ മഹാഗണി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട്, പിന്നെ അല്ലാതെ ഷൂട്ടിങ് നടക്കുന്നതൊക്കെ മെയിൻ ഏരിയ ഇത് കേട്ടോ. വളരെ നല്ല രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ നിരപ്പായ സ്ഥലത്തിൽ കൂടി നടന്ന് നമ്മളിങ്ങനെ വലിയ മലയോരങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഭയങ്കര ബുദ്ധിമുട്ട് അണയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ജിൻസൻ്റെ ഞങ്ങളെ വനത്തിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. വനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പം ചൂട് ഭയങ്കരമല്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തോടുകളും ചെറിയ ഇതൊക്കെ പറ്റി കിടക്കുവാണ്. അപ്പം ഞങ്ങളിതേ വനത്തിലേക്ക് പോകണം. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി കേട്ടോ. കാര്യം അവർക്കൊന്നും പേടിയില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം പിന്നെ അതുമല്ല, ഇത്രയും താഴേന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ വനം കേട്ടോ. കുറേ പോയി കഴിഞ്ഞാൽ ഈ അരുവി കാണാം. പിന്നെ അതുപോലെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കുറേ ആ വനത്തിൽ കൂടെ നടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. പേടി മീൻസ് നമ്മളങ്ങനെ പോവാത്തത് കൊണ്ട് എനിക്ക്. പിന്നെ അതുമല്ല, ഞാൻ ഇത്രയും ഇങ്ങനെ കയറി ശീലമില്ലാത്തതുകൊണ്ട് കയറിയപ്പോൾ അങ്ങ് അണച്ച് കേട്ടോ. അണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്കിൽ വാ നമുക്ക് തിരിച്ച് പോകാമെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ വരാനും കാട്ടിക്കൂടൊക്കെ നടക്കാനും ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഭയങ്കര അങ്ങ് ടയേർഡായിരുന്നു. അങ്ങനെ ജിൻസൺ പറയാണ്, കാട്ടിപ്പോണ്ടേ ബാ ചേച്ചി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചേ പോയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഒത്തിരി വീഡിയോസ് എടുക്കാനും, അതുപോലെ തന്നെ റീൽസ് ചെയ്തവരാണെങ്കിൽ റീൽസ് ചെയ്യാനും ഒക്കെ അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയ ഒരു സമയം എന്ന് പറയുന്നൊരു 4 മണി ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ച് പോവാം കേട്ടോ. അപ്പോഴത്തേക്കും കല്ലുകളും ഈ കമ്പുകളും എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. തിരിച്ച് ഞങ്ങൾ ഇവിടോട്ട് കയറി പോവാം കേട്ടോ. അപ്പോഴത്തേ അവിടെ അരുവിയൊക്കെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞ് ഞാൻ ആ കല്ലയിലിരിക്കുന്ന ഫോട്ടോയും അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ കയറുക കേട്ടോ. അമ്മയും ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു. പപ്പ ഒരു ഷോർട്ട് കട്ട് വഴി എളുപ്പത്തിൽ കയറാനായിട്ട് പപ്പ ഏതോ ഒരു സൈഡിൽ കൂടെ കയറി പോകുന്ന കണ്ടു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ, ജിൻസനും ഉണ്ടായിരുന്നു കേട്ടോ, അവനായിരുന്നു വീഡിയോ എടുത്തത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ തിരിച്ച് കയറിപ്പോവാണ്. കയറിപ്പോയി ഞങ്ങൾ കുറച്ചങ്ങ് കയറിപ്പോയി. ഇപ്പം ഞാൻ പറയും എനിക്ക് വയ്യ, മടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരു പാറക്കെട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഓരോരോ കോമഡികളൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ പോകുന്നത് ഒരു വൈകുന്നേരം സമയം, ഒരു 5:30 5:45 ആ ഒരു ടൈമിലത്തേതാണ്. പപ്പ 6 മണി ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വെയിലുണ്ടാവത്തില്ല, ഭയങ്കര തണലായിരിക്കും, നമുക്ക് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷൂട്ടിങ്ങുകാരൊക്കെ ഒത്തിരി വരുന്നതാണ്. പിന്നെ നമുക്ക് റീൽസ് ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. പക്ഷേ എനിക്ക് ഓൾറെഡി മടുത്തത് കൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല.
നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ, നിറയെ മരങ്ങളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല വലിയ വലിയ മരങ്ങളാണ്. നമുക്ക് വനം കാണേണ്ടവർക്ക് വനവും കാണാം. പാറക്കെട്ട് വലിയ പാറ, എന്താ പറയുന്നത്, പാറകളും അവിടെ കൂടെ ഒക്കെ നടക്കണമെന്ന് മലയിൽ കൂടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ആകാം. നമുക്ക് ഒരു പോക്കിന് 2 കാര്യങ്ങൾ നമുക്ക് സാധിക്കും കേട്ടോ. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. താഴെ കുറച്ച് നമ്മളിത് മല ഇറങ്ങുന്നിടത്ത് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം വേണ്ടവർക്ക് വെള്ളമൊക്കെ ഉണ്ട് കുടിക്കാനായിട്ടൊക്കെ. നമുക്ക് പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കിട്ടും. നല്ല യാത്രയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കൂടെ ഒക്കെ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. കാര്യം നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് താഴെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു, ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. നല്ല കുറേ കോമഡികളൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോയ്ക്കാണ് വീട്ടിൽ നിന്ന് വന്നത്. തിരിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും കാണുന്നതിനായിട്ട് അതിൻ്റെ ഇവിടുത്തെ ബെൽ ബട്ടൺ അമർത്തിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒന്നും കൂടെ പറയാൻ, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ, ബൈ.